3 കോടി നൽകിയാൽ മന്ത്രിസ്ഥാനം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് ആ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എത്തിക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും തുടങ്ങി കിണഞ്ഞ് പരിശ്രമിക്കുകയുണ്ടായി. നമ്പറൊക്കെ വാങ്ങി MP-യുടെ കയ്യിൽ നിന്നടക്കം. അങ്ങനെ ഈ 3 കോടി നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് എലത്തൂർ MLA വിദ്യ ബാലകൃഷ്ണനെ ഫോൺ ചെയ്ത സംഭവത്തിൽ ഫോൺ ഉടമയെ കണ്ടെത്തി കേട്ടോ. ഡൽഹി സ്വദേശിയായ ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു. ഡൽഹി സ്വദേശിയുടെ പേരിലെടുത്ത് സിം കാർഡ് ഉപയോഗിച്ചാണ് വിദ്യ ബാലകൃഷ്ണനെ ടെലിഫോണിൽ വിളിച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഡൽഹി സ്വദേശി ആയ ആളാണ് എന്ന് പറയുന്നു. അപ്പൊ ഇത് മലയാളി അല്ല അല്ലേ? മോത്തെ ആ വ്യക്തി ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഈ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഡൽഹി സ്വദേശിയാണ് ഈ വിളിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഫോണിൽ നിന്നാണ്, അതായത് അദ്ദേഹത്തിന്റെ പേരിലെടുത്ത, ഈ ഡൽഹി സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ചാണ് വിദ്യാ ബാലകൃഷ്ണനെ ടെലിഫോൺ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഡൽഹി കേന്ദ്രീകരിച്ച് വ്യാപകമായ തോതിലുള്ള അന്വേഷണം ഈ പ്രത്യേക സംഘം നടത്തി വരുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡൽഹി സ്വദേശിയെ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലുണ്ടായിരുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ഡൽഹി സ്വദേശിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ ഡൽഹി സ്വദേശി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പോലീസിനെ നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം, തൻ്റെ പേരിലുള്ള സിം, അതായത് ഈ ഫോൺ നമ്പർ തൻ്റെ പേരിൽ എടുത്തിരിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്ന കാര്യം ഈ ഡൽഹി സ്വദേശി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തൻ്റെ ഫോൺ മോഷണം പോയിരുന്നു, ഇടയ്ക്ക് മോഷണം പോയിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടന്നത്. അതായത് വിദ്യാ ബാലകൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെട്ട് 3 കോടി ചോദിച്ചത് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഫോൺ തൻ്റെ പക്കലുണ്ടായിരുന്ന സമയത്തല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഡൽഹി കേന്ദ്രീകരിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് ഈ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.